ഹായ് ഓൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഫ്രം സെക്കൻഡ് മോഡ്യൂൾ. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ ദ 3 ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ്ഡ് ഇൻ C++ വിത്ത് എക്സാമ്പിൾ ഫോർ ഈച്ച്. ദിസ് ക്വസ്റ്റ്യൻ ഇസ് ആസ്ക്ഡ് ഇൻ 2019. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇപ്പം ഈ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം നമുക്കറിയാം ലൂപ്പിംഗ് ആദ്യം ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നുള്ള ഡെഫിനിഷൻ പറയാം. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ഐട്രേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ അത് അറിഞ്ഞിരിക്കുക. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ഐട്രേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഐട്രേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതാണെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെയാണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് നമ്മൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണെന്നുള്ള ഡെഫിനിഷൻ പറയാം. എ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് അലോസ് us to execute a statement or group of statements multiple times until some end condition is met. ഒരു കണ്ടീഷൻ ശരിയാകുന്നത് വരെ, അല്ലെങ്കിൽ കണ്ടീഷൻ ട്രൂ ആകുന്നത് വരെ, അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ മെറ്റ് ചെയ്യുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും? ആ ലൂപ്പ് കണ്ടിന്യൂസ്ലി എക്സിക്യൂട്ട് ചെയ്യും. The body of a loop gets executed repeatedly until the condition becomes false. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു കണ്ടീഷൻ മെറ്റ് ചെയ്യുന്നവരെ, ഏതെങ്കിലും ഒരു കണ്ടീഷൻ മെറ്റ് ചെയ്യുന്നവരെ ആ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതായത് കണ്ടീഷൻ എങ്ങനെയാണ്? ഏത് കണ്ടീഷനാണ്? കണ്ടീഷൻ ഫാൾസ് ആകുന്നവരെ അല്ലെങ്കിൽ കണ്ടീഷൻ തെറ്റാകുന്നത് വരെ എന്താണ്? ആ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ബോഡി ഓഫ് ദ ലൂപ്പ് എന്ന് പറയുമ്പോൾ, ബോഡി ഓഫ് ദ ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലൂപ്പിൻ്റെ അകത്ത് എഴുതുന്ന ആ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, അപ്പം ആൻഡ് പെർഫോം ലൂപ്പിംഗ് ഓപ്പറേഷൻസ് അൺടിൽ ദ കണ്ടീഷൻ ഇസ് ട്രൂ. ആ കണ്ടീഷൻ എപ്പോൾ തെറ്റാകുന്നോ അപ്പോൾ ആ ലൂപ്പിൽ നിന്ന് പുറത്തു വരും. ഓക്കെ, അതാണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ പ്രത്യേകത. അത് നിങ്ങൾക്ക് ഈ ഒരു ഫ്ലോ ചാർട്ട് കാണുമ്പോൾ മനസ്സിലാകും. ഇവിടെ പറയുന്നു നമ്മുടെ ഏതെങ്കിലും ലൂപ്പിംഗ് ഇതിൻ്റെ അകത്ത് നമ്മൾ കണ്ടീഷൻ കൊടുക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമ്മൾ കണ്ടീഷൻ കൊടുക്കും. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്ത് വീണ്ടും ആ കണ്ടീഷൻ ശരിയാണോ എന്ന് നോക്കും. വീണ്ടും ശരിയാണെങ്കിൽ വീണ്ടും ആരോ എങ്ങോട്ട് പോയത് കണ്ടോ, അതായത് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. ഇതെപ്പോൾ ഈ ലൂപ്പിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യും, പുറത്ത് വരും. എപ്പോൾ ഇതിൽ നിന്ന് പുറത്ത് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോൾസ് ആവുന്ന കണ്ടീഷനിൽ. എപ്പോൾ ഇതിൽ കിടക്കുന്ന കണ്ടീഷൻസ് തെറ്റാകുന്നു, ഫോൾസ്, എഫ് സ്റ്റാൻഡ്സ് ഫോർ ഫോൾസ് ആവുകയാണെങ്കിൽ ലൂപ്പിൽ നിന്നും എക്സിറ്റ് ആവും, അല്ലെങ്കിൽ ലൂപ്പിൽ നിന്നും ടെർമിനേറ്റ് ചെയ്യും. സോ ഇതാണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ ഐട്രേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം ദർ ആർ 2 kinds ഓഫ് ലൂപ്പ്, എൻട്രി കൺട്രോൾഡ് ലൂപ്പ് ആൻഡ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്. അപ്പം വേണമെങ്കിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നെയിം എ എൻട്രി കൺട്രോൾ ലൂപ്പ്, എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ. മനസ്സിലാക്കുക, ഏത് ടൈപ്പിൽ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക 2 types ഓഫ് ലൂപ്സ് ഉണ്ട്, എൻട്രി കൺട്രോൾഡ് ആൻഡ് എക്സിറ്റ് കൺട്രോൾഡ്. എൻട്രി കൺട്രോൾഡ് എന്ന് പറയുമ്പോൾ എന്താണ്? എൻട്രി കൺട്രോൾ എന്ന് വെച്ചാൽ നമ്മൾ കയറുമ്പം തന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ആ കണ്ടീഷൻ ശരിയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ആ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. എക്സിറ്റ് കൺട്രോൾഡ് ആണെങ്കിലോ ആ പേരും തന്നെയുണ്ട്. എക്സിറ്റ് കൺട്രോൾ എന്ന് പറയുമ്പോഴത്തേക്കും ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. മീൻസ് ആ ഒരു ലൂപ്പിൻ്റെ അകത്തുള്ള ആ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും, എന്നിട്ടേ കണ്ടീഷൻ ചെക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഞാനത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തിയറിയായിട്ട് പറഞ്ഞ് നമുക്കത് മനസ്സിലാവത്തില്ല. നമുക്കത് പ്രോഗ്രാമിലോട്ട് കയറുമ്പോഴത്തേക്കും എന്താണ് ഈ കൺസെപ്റ്റ് മനസ്സിലാവും. അപ്പോൾ മനസ്സിലാക്കുക, ദർ ആർ 2 kinds ഓഫ് ലൂപ്പ്, എൻട്രി കൺട്രോൾ ലൂപ്പ് ആൻഡ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. എൻട്രി കൺട്രോൾ ലൂപ്പ് മീൻസ് വെർ ദ ടെസ്റ്റ് കണ്ടീഷൻ ഇസ് ചെക്ക്ഡ്. ആ ഒരു കണ്ടീഷൻ, നമ്മൾ ഇവിടെ ഒരു ടെസ്റ്റ് കണ്ടീഷൻ്റെ കേസ് പറഞ്ഞില്ലേ ഇത്. അപ്പോൾ ആ ടെസ്റ്റ് കണ്ടീഷൻ ഇസ് ചെക്ക്ഡ് ബിഫോർ എൻട്രിങ് ദ ലൂപ്പ് ബോഡി. ആ ലൂപ്പ് ബോഡിക്ക് എൻട്രി ചെയ്യുന്ന മുന്നേ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യും. അതാണ് എൻട്രി കൺട്രോൾ. നമ്മൾ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ അതിൻ്റെ അകത്ത് കയറാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ എക്സാമ്പിളാണ് വൈൽ ലൂപ്പും ഫോർ ലൂപ്പും. ഇനി എക്സിറ്റ് കൺട്രോൾ ലൂപ്പിൻ്റെ എക്സാമ്പിൾ ഡു വൈൽ ലൂപ്പ്. ഓക്കെ, അവിടെ എന്താ ഡു വൈൽ ലൂപ്പിലൊക്കെ ചെയ്യുന്നത്? ടെസ്റ്റ് കണ്ടീഷൻ ഇസ് ചെക്ക്ഡ് ആഫ്റ്റർ എക്സിക്യൂട്ടിംഗ് ദ ലൂപ്പ് ബോഡി. ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തിട്ട് സെറ്റ് ഓഫ് കണ്ടീഷൻ നോക്കത്തില്ല. ആദ്യം ആ ഒരു പ്രാവശ്യം ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതാണ് എപ്പോഴും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഫോർ ലൂപ്പും വൈൽ ലൂപ്പും തമ്മിലുള്ള ഡിഫറൻസ്. ഒരു ഡിഫറൻസ് ഇപ്പോൾ ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഫോർ ലൂപ്പിലാണെങ്കിൽ ഇറ്റ് ഈസ് ആൻ എൻട്രി കൺട്രോൾ ലൂപ്പ്. ഡു വൈൽ ആണെങ്കിലോ ഇറ്റ് ഈസ് ആൻ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. പിന്നെ
അതിൻ്റെ പ്രോഗ്രാമും വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. മീൻസ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ലൂപ്സ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് വൈൽ ലൂപ്പ്. വൈൽ ലൂപ്പ് വെദർ ഇറ്റ് ഈസ് എൻ എൻട്രി കൺട്രോൾ ഓർ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് നമ്മൾ മുകളിൽ പഠിച്ചു. ഇറ്റ് ഈസ് എൻ എൻട്രി കൺട്രോൾ ലൂപ്പ് where the loop condition test where the loop test whether a condition is true before executing the control statement. നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്ന മുന്നേ കണ്ടീഷൻ ചെക്ക് ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വൈൽ ലൂപ്പ് പറഞ്ഞിട്ടില്ല, വൈൽ ലൂപ്പ് ഏത് ലൂപ്പാണെന്ന് പറയാം, പിന്നെ അതെന്താണ് ചെയ്യുന്നതെന്നുള്ള പറയാം. ദെൻ യു ഹാവ് ടു ഗീവ് ദ സിൻടാക്സ്. സിൻടാക്സ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെയാണ് സിൻടാക്സ്. വൈൽ ദെൻ ബ്രാക്കറ്റിൻ്റെ അകത്ത് ടെസ്റ്റ് കണ്ടീഷൻ, ദെൻ ബോഡി ഓഫ് ദ ലൂപ്പ് അപ്ഡേറ്റ് എക്സ്പ്രഷൻ. മനസ്സിലാക്കുക, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ അകത്ത് 3 കാര്യങ്ങളുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. 3 കണ്ടീഷൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ. 3 തിങ്സ് വി ഹാവ് ടു കൺസിഡർ വൈ കൺസിഡറിങ് എ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഒന്നെന്ന് പറയുന്നത് ടെസ്റ്റ് കണ്ടീഷൻ. ഒന്നെന്താണ്? ടെസ്റ്റ് കണ്ടീഷൻ. എല്ലാ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റിലും ഈ 3 കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. ഒന്ന് ടെസ്റ്റ് കണ്ടീഷൻ. ഓക്കെ, ഒന്ന് ടെസ്റ്റ് കണ്ടീഷൻ. ദെൻ ഒരു പാർട്ടുണ്ട്, ഇനിഷ്യലൈസേഷൻ പാർട്ടുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് പാർട്ട് is initialization. Okay, first this is test condition, second part. Okay, first part is initialization. എല്ലാ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എടുത്താലും ഈ 3 കണ്ടീഷൻസ് നമ്മൾ ഉണ്ടോ എന്ന് നോക്കണം. ഫസ്റ്റ് ഇസ് ഇനിഷ്യലൈസേഷൻ പാർട്ട്, സെക്കൻഡ് വൺ ഇസ് ടെസ്റ്റ് കണ്ടീഷൻ, തേർഡ് വൺ ഇസ് അപ്ഡേറ്റ്. ഓക്കെ, ഈ 3 കാര്യങ്ങളും ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻ്റ് അകത്ത് ഉണ്ടോ എന്നില്ലേ നോക്കണം. ഫസ്റ്റ് ഇസ് ഇനിഷ്യലൈസേഷൻ, ദെൻ ടെസ്റ്റ് കണ്ടീഷൻ, ദെൻ അപ്ഡേറ്റ്. അപ്പോൾ വൈലിൻ്റെ സിൻടാക്സ് നോക്കാം. ഇപ്പോൾ ഇനിഷ്യലൈസേഷൻ പാർട്ട്, വയലിൻ്റെ കേസിൽ ഇനിഷ്യലൈസേഷൻ പാർട്ട് നമ്മൾ മുകളിലാണ് കൊടുക്കുന്നത്. വെച്ചാൽ വയലിൻ്റെ തൊട്ട് മുകളിൽ, വയലിൻ്റെ ലൂപ്പിൻ്റെ അകത്തല്ല, തൊട്ട് മുകളിൽ ഇവിടെയാണ് ഇനിഷ്യലൈസേഷൻ പാർട്ട് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ ടെസ്റ്റ് കണ്ടീഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ അപ്ഡേറ്റ് എക്സ്പ്രഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 കാര്യങ്ങളുമായി. അപ്പോൾ എങ്ങനെയാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്, വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യണം നോക്കിക്കേ. ആദ്യം നമ്മുടെ ടെസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. ടെസ്റ്റ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ദ വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് വീണ്ടും ആ ടെസ്റ്റ് കണ്ടീഷൻ ശരിയാണോ നോക്കും. ട്രൂ ആണെങ്കിൽ വീണ്ടും ബോഡി ഓഫ് വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ ഐട്രേറ്റീവ് എന്ന് പറയാൻ കാരണം എന്താണ്? ഐട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു കണ്ടീഷൻ തെറ്റാവുന്നവരെ ഐട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ എവിടെ വെച്ചിട്ടാണ് ഇത് എക്സിറ്റ് ആവുന്നത്? ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആകുമ്പോഴത്തേക്കും ഈ വൈൽ ലൂപ്പിൻ്റെ തൊട്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ ഞാൻ എല്ലാം കൂടെ, അതായത് വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ്, 3 ലൂപ്പ് പഠിച്ചിട്ട് നമുക്ക് എക്സാമ്പിളിലോട്ട് പോകാം, ഡിഫറൻസ് പഠിക്കാം. ഇപ്പോൾ വൈൽ ലൂപ്പ് എന്താണെന്ന് നിങ്ങൾ പഠിച്ചു, അതിൻ്റെ പ്രോഗ്രാമിംഗ് എക്സാമ്പിൾ ഞാൻ പറയാം. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഡു വൈൽ ലൂപ്പ്. ഡു വൈൽ ലൂപ്പ് എന്ന് പറയുന്നത് വിച്ച് ഈസ് എൻ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. പിന്നെ അതെന്താ ചെയ്യുന്നത്? ഡു വൈൽ ലൂപ്പ് ഇസ് എക്സിക്യൂട്ടഡ് വൺസ് ബിഫോർ ദ ടെസ്റ്റ് എക്സ്പ്രഷൻ ഇസ് ചെക്ക്ഡ്. ടെസ്റ്റ് എക്സ്പ്രഷൻ ചെക്ക് ചെയ്യുന്ന മുന്നേ ആ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇവിടെയും ആ 3 കാര്യങ്ങൾ വേണം. ഫസ്റ്റ് വൺ ഇസ് ഇനിഷ്യലൈസേഷൻ വീണ്ടും ഈ ഡു ലൂപ്പ് തുടങ്ങുന്ന മുന്നേ നമ്മൾ ഇനിഷ്യലൈസേഷൻ പാർട്ട് കൊടുക്കും, ദെൻ ടെസ്റ്റ് എക്സ്പ്രഷൻ കൊടുക്കും, ദെൻ ഒരു അപ്ഡേറ്റ് പാർട്ടും കൊടുക്കും. ഓക്കെ, അപ്പം അത് നമ്മൾ സിൻടാക്സിൽ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിൻ്റെ മെയിൻ സിൻടാക്സ് ഇതാണ്. ഡു, ദെൻ അതിൻ്റെ കോഡ് മീൻസ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുക, ദെൻ വയലിൻ്റെ അകത്ത് ബ്രാക്കറ്റിൻ്റെ അകത്ത് എന്ത് കൊടുക്കുക? ടെസ്റ്റ് എക്സ്പ്രഷൻ കൊടുക്കുക. അവിടെ നോക്ക് സെമിക്കോളൻ ഉണ്ട്. പക്ഷെ നിങ്ങൾ ഇവിടെ പഠിച്ചപ്പോൾ വയലിൻ്റെ അകത്ത് ഇവിടെ ടെസ്റ്റ് കണ്ടീഷൻ കൊടുത്ത് ഇവിടെ സെമിക്കോളൻ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് അത് തിരിഞ്ഞു പോകല്ല കേട്ടോ. ഡു വൈലിൻ്റെ സിൻടാക്സ് ഇതാണ്. ഫസ്റ്റ് ഡു ദ ഓപ്പറേഷൻ, ഡു ദ എക്സിക്യൂഷൻ ഓഫ് ദ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ദെൻ ചെക്ക് ദ കണ്ടീഷൻ. അപ്പോൾ ആ വൈൽ എന്താണ്? ഈ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സിൻടാക്സ് നല്ലപോലെ പഠിച്ചു വെച്ചേക്കാം. അപ്പോൾ ഡു വൈൽ ലൂപ്പിൻ്റെ വർക്കിംഗ് നോക്കിക്കേ.
ആദ്യം എന്ത് ചെയ്യും, ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ടാണ് ടെസ്റ്റ് കണ്ടീഷൻ നോക്കുന്നത്. ഈ ടെസ്റ്റ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. എപ്പോഴാണ് ഈ ലൂപ്പിൽ നിന്ന് പുറത്ത് വരുന്നത്? ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആണെങ്കിൽ. അപ്പം ഒരു കാര്യം നമുക്ക് മനസ്സിലായി. ഇപ്പോൾ ആ കണ്ടീഷൻ തെറ്റാണെങ്കിലും ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. കാരണം ഒരു പ്രാവശ്യം അത് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം അല്ലേ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന ടെസ്റ്റിലോട്ട് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം, അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡു വൈൽ ലൂപ്പ് ഇസ് എക്സിക്യൂട്ടഡ് വൺസ് ബിഫോർ ദ ടെസ്റ്റ് എക്സ്പ്രഷൻ ഇസ് ചെക്ക്ഡ്. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് നല്ലപോലെ മനസ്സിലായല്ലോ. അപ്പോൾ ആ ഒരു കണ്ടീഷൻ തെറ്റാണെങ്കിൽ ഇവിടെ എന്തോ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് ഈ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, എന്നിട്ടേ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ അർത്ഥം ആ തെറ്റായിട്ടുള്ള എക്സ്പ്രഷൻ ഒരു പ്രാവശ്യമെങ്കിലും ആ ഡു വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും, എന്നിട്ടേ ആ കണ്ടീഷൻ ചെക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് ഡു വൈൽ ലൂപ്പ്. നമുക്ക് അതിൻ്റെ പ്രോഗ്രാം നോക്കാം പിന്നീട്. ലാസ്റ്റ് ലൂപ്പ് ഇസ് ഫോർ ലൂപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞു 3 കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെ പാർട്ടാണ്? ഇനിഷ്യലൈസേഷൻ പാർട്ട്, ടെസ്റ്റ് എക്സ്പ്രഷൻ, ദെൻ അപ്ഡേറ്റ് എക്സ്പ്രഷൻ. ഇത് വൈലും ഡു വൈലിലൊക്കെ നമ്മൾ എന്താണ്, ഇനിഷ്യലൈസേഷൻ പാർട്ട് ലൂപ്പിന് മുന്നേ കൊടുക്കും, ടെസ്റ്റ് പാർട്ട് അതിൻ്റെ അകത്ത് വൈലിൽ എന്ന് പറഞ്ഞ കണ്ടീഷനകത്ത് കൊടുക്കും, ദെൻ അപ്ഡേറ്റ് എക്സ്പ്രഷന് ലൂപ്പിൻ്റെ അകത്ത് കൊടുക്കും. ബട്ട് ഇൻ ഫോർ ലൂപ്പിലാകുമ്പോൾ ഇതെല്ലാം ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ നിൽക്കും. അതിൻ്റെ സിൻടാക്സ് ഇതാണ് നോക്കിക്കേ. ഫോർ ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ദെൻ ഒരു സെമി കോളൻ, ദെൻ ടെസ്റ്റ് എക്സ്പ്രഷൻ, ദെൻ സെമി കോളൻ, ദെൻ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഈ ഓർഡറിൽ തന്നെ കൊടുക്കുക. ഫസ്റ്റ് ഇസ് ഇനിഷ്യലൈസേഷൻ ഇതെന്താണ് ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നൊക്കെ ഉള്ളത് നമുക്ക് ആ പ്രോഗ്രാം വഴി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് ഇപ്പോൾ ഓർത്ത് വയ്ക്കുക. ഫോറിൻ്റെ അകത്ത് ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ദെൻ ടെസ്റ്റ് എക്സ്പ്രഷൻ, ദെൻ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. Okay, but for loop is a repetition control structure that allows us to efficiently write a loop that needs to execute a specific number of times. Okay, അപ്പോൾ ഈ ഫോർ ലൂപ്പിൻ്റെ അകത്ത് കണ്ടോ, അതിൻ്റെ അകത്താണ് നമ്മൾ സെറ്റ് ഓഫ് ബോഡി ഓഫ് ദ ഫോർ ലൂപ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്? ഫസ്റ്റ് ഇസ് ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ആ ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത് ടെസ്റ്റ് എക്സ്പ്രഷൻ അത് കറക്റ്റ് ആണോ എന്ന് നോക്കും. ആ ടെസ്റ്റ് എക്സ്പ്രഷൻ ചെക്ക് ചെയ്തിട്ട് ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ദ ഫോർ ലൂപ്പ് വർക്ക് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് എന്താണ് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റെപ്പ് മനസ്സിലാക്കുക. ഫസ്റ്റ് ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ദെൻ ടെസ്റ്റ് എക്സ്പ്രഷൻ, ദെൻ ആ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ഈ ബോഡി ഓഫ് ദ ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വീണ്ടും എന്താണ്? ടെസ്റ്റ് എക്സ്പ്രഷൻ. അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോയിട്ട് വീണ്ടും എന്താണ്? ടെസ്റ്റ് എക്സ്പ്രഷൻ, ദെൻ ബോഡി ഓഫ് ദ ലൂപ്പ്, ദെൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ് ഒരു പാർട്ട് മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ, ദെൻ ബോഡി ഓഫ് ദ ലൂപ്പ്, ദെൻ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോഴത്തേ വീണ്ടും ആ അപ്ഡേറ്റ് ചെയ്ത ഇത് ടെസ്റ്റ് എക്സ്പ്രഷനായിട്ട് ചെക്ക് ചെയ്ത് നോക്കും. കണ്ടീഷൻ ശരിയാണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ ഇതെന്താണ്? ഒരു സർക്കിൾ പോലെ ഫോം ചെയ്യും. ഓക്കെ, ഇങ്ങനെ സർക്കിൾ പോലെ ഫോം ചെയ്യും. ഓക്കെ, അതാണ് ഫോർ ലൂപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ 3 ലൂപ്പും നമ്മളൊരു എക്സാമ്പിൾ വെച്ചിട്ട്, കാരണം 3 ലൂപ്പ് വെച്ചിട്ട് ഒരേ പ്രോഗ്രാം തന്നെ 3 ലൂപ്പ് വെച്ചിട്ട് ചെയ്താലും ഔട്ട്പുട്ട് സെയിം ആയിരിക്കും. അത് നമുക്ക് നോക്കാം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് റൈറ്റ് എ C++ പ്രോഗ്രാം ടു പ്രിന്റ് ദ ഫസ്റ്റ് 5 നാച്ചുറൽ നമ്പേഴ്സ് യൂസിങ് വൈൽ ലൂപ്പ്, ഡു വൈൽ ആൻഡ് ഫോർ ലൂപ്പ്. അപ്പോൾ അതൊക്കെ വരുമ്പോൾ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും, എന്ത് ഡിഫറൻസ് ആണ് വരുന്നതെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം ഇൻ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ.